മൂന്നാറിലേക്ക് ട്രിപ്പ് പോകാണ്ടോ. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അശ്വന്തേട്ടനും റോഷേട്ടനും കൂടി വന്ന് എന്നെ പിക്ക് ചെയ്തു. മാഡ് തന്നെ നമ്മൾ ആനും ജോയിൻ ചെയ്തിട്ടുണ്ട്. രാവിലത്തെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ലൈറ്റായിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അഭിലാഷ് ചേട്ടനും ബിബിൻ ചേട്ടനൊക്കെ എത്തി. അപ്പോൾ നമ്മൾ 9 മണിയായപ്പോഴത്തേക്ക് ബസ് ഓഫീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചില്ല് ചെയ്ത് നമ്മൾ കുറച്ചങ്ങനെ ട്രാവൽ ചെയ്തു. അപ്പോൾ ഏകദേശം നേര്യമംഗലം എത്തിയിട്ടുണ്ട്. അതായത് ഇടുക്കിയും എറണാകുളം തമ്മിൽ ജോയിൻ ചെയ്യണ ഒരു അടിപൊളി ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഹൈ റേഞ്ചസിലേക്കുള്ള ഗേറ്റ് വേ ഓഫ് ഹൈ റേഞ്ചസിൽ ഇത് പോപ്പുലറായിട്ട് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് കാണാൻ നമ്മൾ പിന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഇത് വന്നിട്ട് നല്ല ഫീലാണ്. പക്ഷേ ഉച്ച ടൈമായിപ്പോയി നമ്മൾ ഇറങ്ങിയത്. ഒരു 12 മണി ആ ഒരു ടൈം ആയതുകൊണ്ട് ഭയങ്കര ചൂടും കാര്യങ്ങളായിരുന്നു. പക്ഷേ എങ്കിലും അവിടെ നിന്ന് കാണാനുള്ള വ്യൂസ് അടിപൊളിയാണ്. മാക്സിമം നിങ്ങളൊക്കെ പോകുന്ന ടൈമാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇതേപോലത്തെ സ്പോർട്സിലൊക്കെ ഇറങ്ങുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായി. മാക്സിമം കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കുലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ല രസമാണ് അതിലേക്കൂടി കാണാനായിട്ട്. 183 മീറ്റേഴ്സ് ഏകദേശം ഇതിന് ലെങ്ത്ത് വരുന്നുണ്ട്. അങ്ങനെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കുറച്ച് കുടിച്ച് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അവിടെ താഴെ ഭാഗത്തെ പുഴയുടെ സൈഡിൽ നിറയെ മീനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഫിഷ് പായ ആണെന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു കുട്ടിയായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ പോന്നു. നല്ല ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഏകദേശം ഒരു 1-1:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡിന് ഉച്ചയ്ക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് ഡിഷസ് പറഞ്ഞു. എന്നിട്ട് നമ്മളെല്ലാവരും എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിമാലിയിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാർ പറക്കാട് റിസോർട്ടിൽ എത്താൻ പറ്റും. മൂന്നാറിൽ തന്നെ വൺ ഓഫ് ലക്ഷറീസ് ആയിട്ടുള്ളൊരു റിസോർട്ടാണ് ഇത്. ഇത് വന്നിട്ട് എൻ്റെ എൻട്രൻസ് ഒക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ട് പള്ളിവാസലാണ് കേട്ടോ. ഈ റിസോർട്ടിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എൻട്രൻസിൽ നല്ല രസമാണ്. 2 ആനക്കുട്ടികൾ 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. പിന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറക്കാട് ഗ്രൂപ്പ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഒരു ഗോൾഡൻ ടെക്സ്ചർ നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെയേഴ്സ് ആണെങ്കിലും റൂഫ് ആണെങ്കിലും എല്ലായിടത്തും ഒരു ഗോൾഡൻ മയം തന്നെ കാണാൻ പറ്റും. എൻട്രൻസിലൊരു കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ളൊരു ഗോൾഡൻ ടെക്സ്ചറിലുള്ളൊരു ഗണപതി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഗോൾഡും കാര്യങ്ങളും കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് വെറൈറ്റി കളക്ഷൻസൊക്കെ അവിടെ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഗ്ലാസും കാര്യങ്ങളും ഇവിടെ അതേപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്ത് എവിടെ ചെന്നാലും നമുക്കൊരു ഗ്ലാസ് റിഫ്ലക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. നമുക്ക് നമ്മളെ തന്നെ എവിടെ ചെന്നാലും ഒന്ന് കാണാനൊക്കെ പറ്റും, തിരിഞ്ഞു നോക്കിയാൽ. പിന്നെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയ. ഇത് നമ്മുടെ ബിബിൻ ചേട്ടൻ്റെ മക്കളാണ് കേട്ടോ, പ്രാർത്ഥന ആൻഡ് കീർത്തന. പിന്നെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് താഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് റൂമിൻ്റെ ബാൽക്കണി എൻട്രൻസിൽ നിന്നുള്ള വ്യൂസും കാര്യങ്ങളാണിത്. ഈ ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പറക്കാട്ടൊക്കെ ബാക്കിൽ കാണുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ ഇവിടെ കളിക്കാൻ വേണ്ടി കിഡ്സിന് വേണ്ടിയിട്ട് ക്യാരം ബോർഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ എല്ലാവരും ഇടിപിടിച്ച് ഓരോ സീറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളും വെൽക്കം ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗ്രേപ്പ് ജ്യൂസാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായത്. നല്ല ഒരു മിനിമലായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പ്ലേയിങ് ഏരിയയുടെ ആ ഒരു സൈഡായിട്ട് തന്നെ ഉണ്ടായൊരു കേവാണിത്. അവിടെ നിന്ന് 2 സൈഡിൽ നിന്നും വ്യൂസ് കാണാൻ പറ്റും. നമുക്ക് കളിക്കുന്ന സൈഡും കാണാം, ഇപ്പുറത്തെ സൈഡും കാണാം. എൻട്രൻസിൽ നിന്ന് വരുമ്പോഴത്തേക്കുള്ള സൈഡും കാണാൻ പറ്റും. ഇത് നൈറ്റാണ് കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നു കാണാനായിട്ട്. അത് വിപിൻ ചേട്ടനും അഭിലാഷ് ചേട്ടനാണ് കേട്ടോ. പിന്നെ നമ്മൾ പറക്കാട്ടിൻ്റെ ആ തൊട്ടടിയിൽ തന്നെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം. മീനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് റൂം A4 ആണ് എനിക്ക് അതിനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ റൂം. പിന്നെ എൻട്രൻസിൽ തന്നെ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടിരിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷായി ഒന്ന്
വൈകിട്ട് ആക്ടിവിറ്റി ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രഷായി. ഇത് ഷേറ ചേച്ചി, അർച്ചന ചേച്ചി, പിന്നെ അഭിലാഷ് ചേട്ടൻ്റെ മക്കൾ, ആൻ, ഷാൻ ചേട്ടൻ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോൾ തന്നെ വിപിൻ ചേട്ടൻ, റോഷ് ചേട്ടൻ, അശ്വൻ ചേട്ടൻ എല്ലാവരും റെഡിയായി. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പം നേരെ എല്ലാവരും റെഡിയായി. എന്നെ കളിയാക്കണം അഭിലാഷ് ചേട്ടൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിരുന്നിട്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ എൻട്രൻസിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്ക് കുറച്ചധികം പോകുമ്പോഴാണ് നമ്മൾ ആക്ടിവിറ്റി ഏരിയ എത്തുക. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അതായത് സിമെൻറ്റിലാണ് ക്രിയേറ്റ് ചെയ്തെങ്കിലും നല്ല വുഡൻ ടെക്സ്ചറിലാണ് അതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പെയിൻറ്റിങ്സും കാര്യങ്ങളും നമുക്ക് പോകുമ്പോൾ ആ സൈഡിലൊക്കെ കാണാൻ പറ്റും. അതുമൊക്കെ നല്ല ക്രിയേറ്റീവായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല ഇഷ്ടമാവും, നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ കുറച്ച് കിഡ്സിനൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് ആക്ടിവിറ്റി ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പൂള് കാണാൻ പറ്റും. കാണാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേയിങ് ഏരിയയും കൂടി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ആ പൂൾ ഏരിയ അവിടെ എത്തുക. ആ പൂളിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷവറിങ് എലിഫൻ്റാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ കുളിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചു വന്ന വഴി പിന്നെ പൂളിലായിരുന്നു ഫുള്ള് കളി, നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ജീപ്പ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നമ്മളവിടെ കുറച്ച് നേരം എല്ലാവരും കൂടി അതിൽ കറങ്ങിയൊക്കെ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വേറെ ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ ജീപ്പ് ഇങ്ങനെ ഒരു ട്രിപ്പ് വൈസ് ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് മുകളിലേക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ചധികം പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് കുറച്ച് നടക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആങ്കിൾ പറഞ്ഞു കുഴപ്പമില്ല, വേഗം തന്നെ ഞാൻ എത്തും, കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് നടക്കാമല്ലോ, നല്ല രസമല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ ഇറക്കം നല്ല ഇത്തിരി കുത്തനെയുള്ള വഴിയായിരുന്നു. കാരണം ദൂരം കുറവാണ്, പക്ഷെ നല്ല കുത്തനെയുള്ള വഴിയായിരുന്നു കേട്ടോ. കയറുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ തിരിച്ച് വണ്ടിക്ക് തന്നെ പോകുന്നത്. പക്ഷേ ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടി നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നടന്നു വരുമ്പോൾ ഒരു ഊഞ്ഞാലും കാര്യങ്ങളുണ്ട് ആ സൈഡിൽ തന്നെ. അപ്പോൾ നമുക്കതിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകണമെങ്കിൽ അങ്ങനെയും പോരാം. ഇവിടെ ഇതേപോലൊരു ആനക്കുട്ടനുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്, നല്ല തുമ്പിക്കയൊക്കെയുള്ള. പിന്നെ ഇവിടെ ഇതേപോലൊരു ഗുഹ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ചെടി, ഇത് പ്ലാസ്റ്റിക് ആയിരുന്നു ആക്ച്വലി. ഞാൻ എന്തെങ്കിലും കായാണോ എന്ന് പറഞ്ഞ് തൊട്ട് നോക്കിയതാണ്, പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട്. ഷെയർ ചേച്ചിക്ക് ഇവിടെ നിന്ന് നല്ല ഭംഗിയുള്ള ഒരു പിക്ക് എടുത്തിട്ടുണ്ടായി. പിന്നെ ഇവിടെ ഒരു അങ്കിൾ ഉണ്ടായി. ഈ അങ്കിൾ നമുക്ക് ഗൈഡൻസും കാര്യങ്ങളും തന്നെ ഉണ്ടായി. നമുക്ക് ഇവിടെ ഓരോ സ്ഥലത്ത് ഇന്ന ആക്ടിവിറ്റീസാണ് ഉള്ളത്, നിങ്ങൾക്ക് ഇതൊക്കെ കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പുള്ളി പറഞ്ഞു തരുന്നുണ്ടായി അവിടെ. ഇത് കുറച്ച് ഡേഞ്ചറാണ്, നല്ല രസമാണ്, പക്ഷെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നല്ല ഷൂസും കാര്യങ്ങളാണ് യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ചെരുപ്പാണെങ്കിൽ ആ നെറ്റിൻ്റെ ഇടയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, അതർവൈസ് കുഴപ്പമില്ല. പിള്ളേർക്കൊക്കെ ചെറിയ പേടിയുണ്ടായി, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഒരു ഗാർഡൻ പോലത്തെ ഒരു ഏരിയ ആണ്, നല്ല ഭംഗിയുണ്ട്. അവിടെ ഇതേപോലെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പക്ഷെ അതിൽ ഒരെണ്ണം പ്ലാസ്റ്റിക് ആയിരുന്നു, നല്ല ഭംഗിയുണ്ട്, കാണാത്ത കളറാന്ന് പറഞ്ഞ് പോയി നോക്കിയതാണ്. പക്ഷെ അത് പ്ലാസ്റ്റിക് ആയിരുന്നു. എല്ലാവരും കണ്ട് ഞാൻ വലിയ എത്തിച്ചെന്ന് നോക്കിയിട്ട് പ്ലാസ്റ്റിക് ആയിരുന്നു ഇത് എന്നെ കളിയാക്കി. ഇത് ഒറിജിനലാണ്, നല്ല രസമുണ്ടായി. അവിടുന്ന് കുറേ സ്റ്റെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കേവ്സിലൊക്കെ കാണാൻ അതിൻ്റെ ഉള്ളൊക്കെ നല്ല രസമാണ്. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ വിഷമിച്ചെടുത്തെടുത്ത് അപ്പോൾ അശ്വന്തേടൻ പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അശ്വന്തേടൻ എടുത്തു തന്നു. ഇതാണ് കേവിൻ്റെ ഉള്ളിൽ, നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഭയങ്കര 33,000 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കുറച്ച് കോസ്റ്റ്ലി ആണിത്, പക്ഷെ അടിപൊളിയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ കാണാനൊക്കെ പറ്റും കേട്ടോ. അവിടെ നമുക്ക് മിനറൽ വാട്ടറും കാര്യങ്ങൾ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടീ ഒക്കെ ഇട്ട് കുടിക്കാം, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. ഇത് അതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് തന്നെ കാണാനായിട്ട് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ആ ടോയ്ലറ്റ് ഫുൾ ഓഫ് ഗ്ലാസ്സസ് ആണ്, നമുക്ക് ഏത് സൈഡ് നോക്കിയാലും ഗ്ലാസ് കാണാൻ പറ്റും, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ബാത്ത് ടബ് അങ്ങനെ എല്ലാം ഉണ്ട്. ഞാനപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വെച്ചേക്കുവാന്ന് ഓർത്തത്. ടാപ്പൊക്കെ ഞാൻ വെറുതെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ടാപ്പിലൊക്കെ നല്ലോണം വെള്ളം വരുന്നുണ്ട്. യൂസ് ചെയ്യാൻ പാകത്തിനാണ് എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കംപ്ലീറ്റ് വ്യൂ ഒന്ന് കണ്ടു നോക്കൂ, അടിപൊളിയാണ് കേട്ടോ.
അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട്. അതൊരു മിക്സഡ് കളറാണ് അതിന് ലൈറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് മേളിൽ നിന്നാണ് ഏകദേശം അത് വരുന്നത്. താഴത്തേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ അവിടെ കണ്ടത്. പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയയൊക്കെ നല്ല രസമില്ല. ഇങ്ങനെ ഒരു വളഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഫുള്ള് അടിയിലേക്ക് ഇങ്ങനെ ചുറ്റി ഇതേപോലെ വേരുകൾ കൊണ്ട് ഇങ്ങനെ വേലി പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ താഴത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നടന്ന് ഇങ്ങനെ തിരിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ഇതേപോലെ പണ്ടത്തെ പോലെ തന്നെ കളിക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ വന്ന വഴിക്കാണ്ടില്ലായിരുന്നു. അപ്പോൾ ആ ഗുഹയിൽ എല്ലാവരും കൂടി കയറി നോക്കിയിട്ടുണ്ടായി. അപ്പോൾ അകത്തേക്ക് കുറച്ച് ഇരുട്ട് കാര്യങ്ങളാണെങ്കിലും അവിടെ ഓരോ കുഞ്ഞു ലൈറ്റൊക്കെ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഇവിടെ ഇങ്ങനെ പിന്നെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു, ഇങ്ങനെ ഇതേപോലെ സൈക്ലിംഗ് ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോഴത്തേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആദ്യത്തെ ഒരു പേടിയുണ്ടായി, പക്ഷേ നല്ല സേഫാണ്. നല്ല ബെൽറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും പേടിക്കണ്ട. അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും കൂളാവും. പക്ഷേ അതെനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ നോർമൽ നമ്മൾ റോട്ടിലൊക്കെ സൈക്കിൾ ഓട്ടില്ലേ അതേ ഫീൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഏകദേശം നൈറ്റായി. നൈറ്റ് വ്യൂ ആണ് ഇത്, നല്ല രസമില്ലേ. നൈറ്റ് ലൈറ്റ്സും കുറേ ലൈറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ലൈറ്റിലൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സ്കാൻകോ ടെക്നോളജീസ് നമ്മുടെ കമ്പനിയിൽ 2nd ഇയർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിന് സെലിബ്രേഷനാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് എല്ലാവരും കൂടി. അപ്പോൾ അതിൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും റെഡിയാണ്. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും കൂടി നല്ലോണം ചില്ല് ചെയ്യുവാണ്. അപ്പോൾ കേക്കും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ രാവിലെ കണ്ടില്ലേ ആ ഗുഹ ലൈറ്റിങ്ങിൽ കാണാൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്ന നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്യാപ്പിൽ കൂടി അവിടെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഗ്രീൻ ലൈറ്റാണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് കേക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. 2nd ഇയർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായി. സ്കാൻകോ ടെക്നോളജീസ് എന്നൊക്കെ പ്രിൻ്റായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. പിന്നെ അവിടെ നമ്മൾ കേക്ക് കട്ടിങ് കാര്യങ്ങൾ ചെയ്തു. ഞാനും ആനുമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അശ്വന്തായിട്ട് ഞങ്ങൾ പുതിയ മെമ്പേഴ്സ് എല്ലാവരും കൂടിയാണ് കേക്ക് ആക്ച്വലി കട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് എല്ലാ മെമ്പേഴ്സിനും 2 ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുഞ്ഞു ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ അൺബോക്സിങ് ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വെറൈറ്റി ഓഫ് ഫുഡ്സ് നിറയെ അവൈലബിൾ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ്സും കാര്യങ്ങളൊക്കെ. നമ്മൾ അത്യാവശ്യം എല്ലാം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കൊണ്ട് ഇതേപോലൊരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ്സിലേക്കൊക്കെ കയറി. പിന്നെ നിറയെ ക്യാൻഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ പുളിമിഠായി അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കപ്പലണ്ടി മിഠായി, എള്ള് അങ്ങനത്തെ മിഠായിസൊക്കെ ഉണ്ടായി കേട്ടോ. ക്യാൻഡിൽ ലൈറ്റിലൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു പനീർ ബട്ടർ ഷെസ്വാനി നൂഡിൽസ്, റൈസ്, വെറൈറ്റി ഓഫ് റൈസ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. വെറൈറ്റി അപ്പോൾ എല്ലാം കുറച്ച് ഫ്രൈ ചെയ്തു. എല്ലാം കൂടി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പറ്റുന്നതൊക്കെ മാക്സിമം കഴിച്ചിട്ടുണ്ടായി. പിന്നെ ട്രൈ ചെയ്തതിൽ ഈ ഫിഷ് കുന എന്ന് പറഞ്ഞിട്ട് ഈ ഐറ്റം വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ പോലെ വന്നു. ഫിഷായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സൂപ്പും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായി. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫുഡിങ്ങും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും പാറും കൂടി ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോരാറായപ്പോഴത്തേക്ക് ഐസ്ക്രീംസും കാര്യങ്ങളും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എല്ലാം കഴിച്ച് നമ്മൾ നേരെ എൻ്റെ റൂമിലേക്ക് പോവുകയാണ് എല്ലാവരും കൂടി. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ എല്ലാവരും നേരെ റൂമിലേക്ക് പോയി റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൈറ്റ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ട് എണീറ്റ് ഇപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ നമുക്ക് ബ്രഷിങ്ങിനും ഹെയർ വാഷിനും ബോഡി ലോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കുഞ്ഞു ബോട്ടിൽസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ
വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ആ ഉറക്കച്ചടവൊക്കെ മാറി കുറച്ച് അവിടെ വ്യൂ ഒക്കെ കാണാമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവിടെ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ടൈം നോക്കിയപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെയപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോൾ രാവിലത്തെ കോടയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. വലിയ കോടയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല, ലേറ്റ് ആയിപ്പോയി നന്നായി എണീറ്റപ്പോൾ. അപ്പോൾ ഷാൻചേട്ടനും ഞാനും രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്, വേറെ ആരും എണീറ്റിട്ടുണ്ടായില്ല. അവിടെ മങ്കി വന്നിട്ടുണ്ടായി, അതിന് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പോയി. അവിടെ വെറൈറ്റി ഓഫ് ഇഡ്ഡലി, ദോശ, ചായ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. വെള്ളയപ്പം, ഇടിയപ്പം, അങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ നിന്ന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സാമ്പാർ, അങ്ങനെ വെറൈറ്റി ഡിഷസാണ് ഉണ്ടായിരുന്നത്. രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ നൈറ്റ് പോലെ അല്ലായിരുന്നു, എക്സ്ട്രീം തിരക്കായിരുന്നു. ലൈവ് കിച്ചൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഗീദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പഴംപൊരി, അതൊക്കെ ലൈറ്റായിട്ട് കഴിച്ചു. നല്ല തിരക്കായിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ രാത്രി അത്രയും തിരക്കും കാര്യങ്ങളും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ചായ, ഞാനൊരു ചായ വാങ്ങിച്ചിട്ടുണ്ടായി, ചായയും കുടിച്ചു. അപ്പോൾ നമുക്ക് ലൈവായിട്ട് അവിടെ ദോശാസ് ഉണ്ടാക്കണമൊക്കെ കാണാൻ പറ്റി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ അത് കുക്ക് ചെയ്യുന്നതും ലൈവായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു 3 ദോശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കുള്ളത് ഇങ്ങനെ വരിയായിട്ട് അടുക്കി ഇതിലേക്ക് ഒഴിച്ചു. നമുക്ക് നേച്ചറിൻ്റെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കണമെങ്കിൽ ആ സൈഡിൽ ഇരുന്ന് നമുക്ക് അങ്ങനെ കഴിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ജ്യൂസൊക്കെ സൈഡിൽ പോയിട്ടാണ് ഇവിടെ നിന്നിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു മോർണിംഗ് അത് കാണാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അവിടെ മോർണിംഗ് നമ്മൾ ഒരു 10 o'clock മുന്നേക്ക് തന്നെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോണ ടൈമിൽ അവിടെ പറക്കാട്ടിൻ്റെ സെയിൽസിൽ, ഗോൾഡിൻ്റെ സെയിൽസിൽ അവർ ചേച്ചി പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ചേച്ചിയായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഏകദേശം നമ്മൾ 11 o'clock ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. പിന്നെ കുറച്ച് അത്യാവശ്യം നല്ല ട്രാവൽ ചെയ്തിട്ട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ തേയിലത്തോപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല അതിൻ്റെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെയുള്ള ഓരോ വ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ നല്ല ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ വന്നപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇറങ്ങാമെന്നും പറഞ്ഞാൽ പിന്നെ അവിടെയാണ് കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് നല്ല ക്രൗഡായിട്ട് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സൈഡിൽ കുറേ ഹോഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ചില ഹോഴ്സൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. ഇപ്പം വന്നിട്ട് അടിപൊളിയായിരുന്നു, ഇങ്ങനെ പറന്നാണ് പോയിട്ടുണ്ടായത്, റോഡ് ചേട്ടനായിട്ട് പോയിട്ടുണ്ടായി. പിന്നെ ചില ഹോഴ്സൊക്കെ ഭയങ്കര ഇങ്ങനെ മടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടോ, ഇപ്പം അടിപൊളിയായിരുന്നു, റോഡ് ചേട്ടൻ പറക്കുമായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടിപൊളിയായിട്ട് റൈഡ് ചെയ്യുന്നുണ്ടായി. ഷെയർ ചേച്ചി ഈ ഹോഴ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഹോഴ്സ് നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കഴിച്ച അതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ പോരുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ചില്ല് ചെയ്ത് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ നമ്മൾ ഇടപ്പള്ളി എത്തിയപ്പോൾ വിപിൻ ചേട്ടനെ ഇറക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഐസ്ക്രീം പാർലർ കണ്ടു. പിന്നെ എല്ലാവരും കൂടി പാർലറിൽ കയറി. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് അടിപൊളിയാണ് കേട്ടോ. ഇവർ ഓൺ ഫ്ലേവേഴ്സാണ് ഇവരുടെ തന്നെ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് വാങ്ങിച്ചിട്ട് നമ്മളെല്ലാം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ഞാൻ വന്നിട്ട് ഡെലൈറ്റും പാറു സ്ട്രോബെറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ട അഭിലാഷനൊക്കെ പിന്നെ നമുക്ക് കുറേ ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ടുണ്ടായി. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. നല്ല ലൈറ്റിങ്ങിൽ നൈറ്റ് നമുക്ക് റിലാക്സ് ചെയ്ത് ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.